ശ്രീ റെജി ലൂക്കോസ്, നേരത്തെ ഉമർ ഷാ പറഞ്ഞത് അങ്ങേക്ക് മറുപടി നൽകാം. ഞാൻ ഒരു മന്ത്രിയെ ജയിലിൽ അടപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നൊരു ഒരു രൂപത്തിലും കാണാമെന്നുള്ളതാണ്. അല്ല, എനിക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ ഞാൻ പറഞ്ഞ പല നിലപാടുകളോടും ഭാഗ്യമായിട്ടല്ല യോജിച്ചതിൽ ഞാൻ സ്വാഗതം ചെയ്യണം. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെ നിലപാടും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദരണീയനായ നമ്മുടെ കാരശ്ശേരി മാഷ് പറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊന്ന് പ്രതികരിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞതിനെ പ്രതികരിച്ചില്ല ഈ ചർച്ച പൂർണ്ണമാകത്തില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. ഇവിടെ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തെ ഞാൻ വെള്ളം പൂശിയിട്ടില്ല. അത് ആദ്യം അങ്ങ് മനസ്സിലായി. ഞാനാ എടുത്ത നിലപാടെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ വിഷയം ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരക്ഷരം പോലും ആര് എന്ത് തെറ്റ് ചെയ്താലും അവർക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല, അവരെന്ത് പറഞ്ഞാലും പാവപ്പെട്ട മനുഷ്യൻ ഓച്ചാനിച്ച് ഓമ്പറാന്ന് പറഞ്ഞ് മടങ്ങിപ്പോക്കണമെന്നുള്ളൊരു നരേഷൻ ഇവിടുത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ കോലാഹലങ്ങളും നമുക്കറിയാമല്ലോ. അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞാനെടുത്തത്. ആ നിലപാടിൽ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഉറച്ചു നിൽക്കുക. അപ്പോൾ കാരശ്ശേരി മാഷ് അത് മനസ്സിലാക്കാതെ ഒന്നുമല്ല. ഭാഷ എന്നെക്കാലൊക്കെ എത്രയോ നമ്മളെക്കാലൊക്കെ എത്രയോ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആരാണ് കുറ്റവാളി? അങ്ങയുടെ മനസ്സിൽ, അങ്ങയുടെ അഭിപ്രായത്തിൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആരെങ്കിലും കുറ്റവാളി ഉണ്ടോ? അത് വിചാരണയിലൂടെ കോടതി കണ്ടെത്തട്ടെ. അത് പറയാൻ അങ്ങയുടെ അഭിപ്രായമാണ് ചോദിച്ചത്. അല്ല, കോടതി കണ്ടെത്തുന്നവരെയല്ലോ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തിരുന്നത്. അല്ല, അങ്ങിപ്പോൾ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഓടുന്ന ഒരു രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും ഉണ്ടോ കുറ്റവാളിയെ? തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണോ ഒരു കാരണമില്ലാതെ? അത് സ്മൃതിക്ക് തോന്നുക. ഞാൻ ഈ ആ വിഷയം ഉണ്ടായ അന്നു മുതൽ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്നതാണ് എല്ലാ ദിവസവും. എന്റെ നിലപാടെന്ന് പറയുന്നത് തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ്, എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയല്ല. നല്ല ഉദ്യോഗസ്ഥന്മാർ നിരവധി പേരുണ്ട്. ഇപ്പൊ ഈ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം മാഷോട്, ബഹുമാനപ്പെട്ട മാഷോട് ഒരു കാര്യം പറയാം. ഈ ചർച്ചയ്ക്കിടെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ സാധാരണ ഫോൺ കോൾ എടുക്കുകയല്ല, ചർച്ച ആയിരിക്കും. കാരണം അറിയോ, നമ്മൾ വഴിതെറ്റിപ്പോവും. ഞാൻ ഒരിക്കലും എടുക്കുന്നില്ല. ഇന്ന് കോളർ ഐ ഡി കണ്ടുകൊണ്ട് മാത്രം എടുത്തു. അദ്ദേഹം എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതേ നാട്ടിലെ. ഞാൻ ആ നമ്പർ അങ്ങേക്ക് അയച്ചത്. അങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കെ. ഇതിൽ ഞാൻ ഒരു കാര്യം പ്രതിപാദിച്ചു, ആ മാനേജ്മെന്റിന്റെ അന്വേഷണ പരിധി കൊണ്ടുവരണം. ഇവിടെ പൈസ മേടിക്കാതെ കണ്ട് ലക്ഷങ്ങൾ കൈപ്പറ്റാത്ത ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിൽ മാനേജ്മെന്റ് ഉണ്ടോ? അപൂർവം ചില സമുദായങ്ങളൊക്കെ നടത്തുമ്പോൾ ഒഴിച്ചാൽ ഇവരെല്ലാം ഭീമമായ തുക വാങ്ങിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ മാനേജ്മെന്റിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിന്റെ. അല്ലെങ്കിൽ ആ രീതിയിലുള്ള നടപടി ഒരു അന്വേഷണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അത് ടച്ച് ചെയ്തില്ല. അത് വസ്തുതാപരമായ കാര്യമാണ്. കാരണം അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിനെക്കുറിച്ചും ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത തെറ്റിനെക്കുറിച്ചും കാരശ്ശേരി മാഷ് മിണ്ടുന്നില്ല. ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷിന്റെ നിലപാടുകളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹം ഏത് വികസന പദ്ധതി കൊണ്ടെന്നാലും എതിർക്കുന്നൊക്കെ അതൊക്കെ പോട്ടെ, അതൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ വെള്ളം പൂശിക്കൊണ്ട് വസ്തുതകൾ വിളിച്ചു പറയുമ്പോൾ അവരെ തെറ്റുകാരായിട്ട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഉദ്യോഗസ്ഥന്മാരെ ചേർത്ത് പിടിക്കുന്നതിനോട് നല്ലവരെ ചേർത്ത് പിടിക്കൂ, ഒരു സംശയമില്ല. പക്ഷെ മാഷെ പോലെയൊക്കെ കേരളം ആദരിക്കുന്നവര് ഈ തെറ്റ് ചെയ്ത മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലും ഒരക്ഷരം വിമർശിക്കാതെ കണ്ട് ഈ നമ്മൾ എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായിട്ട് ആ മാഷ് വ്യാഖ്യാനിച്ചു പറയുന്നതിൽ നിർഭാഗ്യമാണ്. കാരണം ഞാൻ അങ്ങനെ ആദരിക്കുന്ന ആളാണ്. ഉദ്യോഗസ്ഥ ഭരണത്തെയാണ് അങ്ങ് ശക്തമായി വിമർശിക്കുന്നത്. ഇവിടെ ഒരു സർക്കാരല്ല, ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടത് കോടതി തീരുമാനിക്കുകയും ചെയ്യും. സർക്കാർ പ്രത്യേകിച്ച് അതാണ് അങ്ങ് പറഞ്ഞതിൽ നിന്നും പൂർണ്ണമായി മനസ്സിലാക്കാനാവുന്ന കാര്യം. അതാണ് സർക്കാർ റോളില്ല അങ്ങ് പറഞ്ഞതിൽ സർക്കാർ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ സ്മൃതി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ എന്താണെന്നുള്ള വിസിബിളാ. നിങ്ങൾ സംഭാവനകളുടെ കണക്കുമായി വരും, അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ മുൻ സർക്കാരിന്റെ കുഴപ്പങ്ങളുടെ കണക്കുമായി അതൊക്കെ കൃത്യമായിട്ട് കയ്യിലുണ്ടാവുകയും ചെയ്യും. വളരെ നന്ദി, വളരെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. സജീവ് Debate with Smriti Parittikar.